നാഷണൽ ഹോഴ്സ് ഡേ ആചരിച്ചു. MES കോളേജ് മാറമ്പിള്ളി വിവോക് മൾട്ടി സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് ട്രെയിനിംഗ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഹോഴ്സ് ട്രെയിനറും ബ്ലോഗർ ഇക്വറ്റേറിയൻ എക്സ്പെർട്ടുമായ ഷാനു പി അലിയാർ ക്ലാസ്സിന് നേതൃത്വം നൽകി. കുതിരേനെ കൺട്രോൾ ചെയ്യുക എന്ന് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇത്തരം ഭാഗത്ത് മാത്രമാണ്. ഇതാണ് ബിറ്റ്. ഈ കാണുന്ന ബിറ്റ് അതിൻ്റെ വായിലേക്ക് ഇടാണ്. നമ്മൾ പശുവിൻ്റെ അല്ലെങ്കിൽ പോത്തിൻ്റെയൊക്കെ പോലെ തുളച്ചിട്ട് ഇടുമൊന്നുമല്ല, തുളച്ചിട്ടല്ല. ഇത് നേരെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ പ്രായം അറിയണത് ഈ പല്ല് നോക്കിയാണ്. നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഞാനത് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പല്ല് നോക്കിയിട്ടാണ് കുതിരയുടെ പ്രായം അറിയാൻ പറ്റും. കുതിരയുടെ കാലിൻ്റെ അടിയിൽ അടിക്കുന്ന സാധനമാണ് ലാടൻ. കണ്ടില്ലേ? ഇത് അടിച്ചാലാണ് ഇതിനെ റോട്ടിൽ കൂടെ അല്ലാത്തടത്തിൽ കൂടെ ഒക്കെ ഓടിക്കാൻ പറ്റുള്ളൂ. അക്കിൽ നിൽക്കുന്ന ഒരാളെ കുതിരക്ക് കാണാൻ കഴിയും. കാരണം 90 ഡിഗ്രിയാണ് അതിൻ്റെ കാഴ്ച. അതുകൊണ്ട് തന്നെയാണ് ബാക്കിൽ ഒരാൾ വരുമ്പോൾ കുതിര എന്ത് ചെയ്യണേ, ചവിട്ടുന്നത്. റൈഡ് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ കപ്പാസിറ്റി എന്ന് പറയണ, കുതിര ഓടിക്കുന്ന ഒരു മനുഷ്യന്റെ കഴിവെന്ന് പറഞ്ഞാൽ അറിയാവോ, എന്തിനും തരണം ചെയ്യാനുള്ള കഴിവുണ്ടാവും. എന്ത് ടെൻഷൻ വന്നാലും അത് മറികടക്കാനുള്ള കഴിവുള്ളവരായിരിക്കും ഹോഴ്സ് റൈഡിങ് നടത്തുന്നവരെന്നാണ് പറയണത്. HOD അസിസ്റ്റന്റ് പ്രൊഫസർ രാജേഷ് കോമൽ, അസിസ്റ്റന്റ് പ്രൊഫസർ ഹർഷാദ് ഹംസ, അലൂമിനി സ്റ്റുഡൻസ് കോർഡിനേറ്റർ മുഹമ്മദ് ഹസനിൻ എന്നിവരാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഒളിമ്പിക്സ്, നാഷണൽ ഗെയിംസ്, ഏഷ്യൻ ഗെയിം തുടങ്ങിയ മത്സരങ്ങളിൽ ഇക്വറ്റേറിയൻ ഇവന്റ്സിന്റെ പ്രാധാന്യം, സാധ്യതകൾ വിശദീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് കുതിരയുടെ സ്വഭാവം, മനഃശാസ്ത്രവും പരിപാലനം എങ്ങനെയെന്ന് പഠിപ്പിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പരിശീലനവും നൽകി. പെൺകുട്ടികൾ ഉൾപ്പെടെ റൈഡ് ചെയ്യാൻ മുന്നോട്ട് വന്നത് ഏറെ ശ്രദ്ധേയമായി. അന്താരാഷ്ട്ര മത്സരങ്ങളിലേക്ക് പങ്കെടുക്കാൻ വേണ്ട മുന്നൊരുക്കങ്ങൾ എങ്ങനെയെന്ന അറിവും ഇതോടൊപ്പം പകർന്നു നൽകി. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടനൊപ്പം സനൂപ് കളമശ്ശേരി.